എൻ്റെ സ്പെക്സ് വെക്കാൻ തുടങ്ങിയ കഥ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയാം സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പകുതി സൗദി പകുതി ഇവിടെ അങ്ങനെ പഠിച്ചത്. അപ്പോൾ സൗദിയിൽ പഠിക്കുമ്പോൾ മാം ഇങ്ങനെ ബോർഡിൽ ഇത് വെച്ചിട്ട് എഴുതുമ്പോൾ എനിക്ക് കാണുന്നില്ല, ബാക്കിൽ ഇരുന്നിട്ട് എനിക്ക് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ മാം ചോദിച്ചു എന്താ എഴുതാത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണുന്നില്ല. അപ്പോൾ മാമിൻ്റെ സീറ്റിൽ കൊണ്ട് ഇരുത്തി തന്നെ. അയ്യോ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു കേട്ടോ, ചെറുപ്പത്തിൽ കേട്ടോ. അപ്പോൾ മാമിൻ്റെ സീറ്റിൽ കൊണ്ട് ഞാൻ ഇരുത്തിയിട്ട് പറഞ്ഞ് എഴുതുന്നു, ഇനി എഴുതുന്നു പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ നോക്കി എഴുതി. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ബാക്കിലിരുന്ന് ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളത് ഞാൻ തന്നെ എന്താ പറയുക റിയലൈസ് ചെയ്ത് മനസ്സിലാക്കി. ഞാൻ പിന്നെ എന്ത് ചെയ്ത് എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും ഞാൻ ഫ്രണ്ടിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് ശേഷം മുഴുവൻ ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ ഫ്രണ്ടിലിരിക്കാൻ തുടങ്ങി. 7th മുതൽ ഞാൻ എല്ലാ ക്ലാസ്സും എല്ലാ ക്ലാസ്സും ഞാൻ ഫ്രണ്ട് സീറ്റിൽ പോയിരിക്കും. ബിക്കോസ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് മാം എഴുതുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങോട്ട് നോട്ടിൽ എഴുതിയെടുക്കണ്ടേ. സോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയിരിക്കും. എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് കണ്ണുകാഴ്ച കുറവാന്നുള്ളത്. അതാണ് വിവരമില്ലാത്ത കുട്ടി, അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം എനിക്ക് കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് കണ്ണിൻ്റെ കാഴ്ച കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 7 കഴിഞ്ഞ് 8 കഴിഞ്ഞ് 9 കഴിഞ്ഞു 10 കഴിഞ്ഞു. ഒരു മിനിറ്റ്. അങ്ങനെ എല്ലാ ക്ലാസ്സും ഞാൻ 10 വരെ എത്തി. 10 കഴിഞ്ഞ് പ്ലസ് വൺ ഞാൻ ഈ 10th വരെ ലൈക്ക് ഒരു സ്പൂൺ ഫീഡിങ് പോലെ ഞാൻ വളർന്നതൊക്കെ ഓക്കെ മനസ്സിലായല്ലേ. സോ അങ്ങനെ വളർന്നുകൊണ്ട് എനിക്ക് എൻ്റെ കാഴ്ചയെ തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ പ്ലസ് വണ്ണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടെ ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പാരൻസൊക്കെ സൗദിയിൽ തന്നെ. അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറയുക, അന്ന് 10th വരെ ഞാൻ ലൈക്ക് ഇതിലും എനിക്ക് സ്കൂൾ വണ്ടിയിലും അങ്ങനെയൊക്കെ പോയതുകൊണ്ട് എനിക്ക് അതൊക്കെ പ്രശ്നം വന്നിട്ടില്ല. 11th ഞാൻ പറഞ്ഞ ഇപ്പനോട് വാശി പിടിച്ച് എനിക്ക് ബസ്സിൽ പോകണം, എനിക്ക് ബസ്സിൽ തന്നെ പോകണം, എനിക്ക് ബസ്സിൽ പോയി പഠിക്കണം. എനിക്ക് അന്ന് ബസ്സിലൊന്നും പോകാൻ അറിയില്ലെന്ന് കേട്ടോ. അപ്പോൾ ഇപ്പനോട് വാശി പിടിച്ച് എനിക്ക് വണ്ടി ഒന്നും വേണ്ട, എനിക്ക് ഇതൊന്നും ഏൽപ്പിക്കേണ്ട, എനിക്ക് ബസ്സിൽ തന്നെ പോകണം. അപ്പോൾ ഞാൻ അങ്ങനെ ബസ്സിൽ പോയി തുടങ്ങി. അപ്പോൾ ബസ്സിൽ എനിക്കങ്ങനെ അറിയില്ല ബസ്സിൽ കയറാനും അങ്ങനെയല്ല. ഞാൻ കസിൻസിൻ്റെ കൂടെയൊക്കെ ബസ്സിൽ കയറാനല്ലാതെ അങ്ങനെ പോയി പഠിച്ചു. ആ തയക്കത്തിൽ ഞാൻ എന്ത് ചെയ്തു, ബസ്സിൽ പോകുമ്പോൾ വാശി പിടിച്ച് അങ്ങനെ ഞാൻ ബസ്സിൽ പോകുന്നതാക്കി. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ബസ് ഇങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ബോർഡ് വെക്കുമല്ലോ നമ്മൾ ഏത് സ്ഥലം എന്നുള്ളത്, പ്ലേസ് എവിടെ വെക്കാന്നുള്ളതൊക്കെ. ആ ബോർഡ് കാണണം. ബോർഡ് കണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള ബസ് കയറാൻ. എൻ്റെ വീട് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലല്ല ഞാൻ നിന്നത്, ഉമ്മയുടെ താത്തൻ്റെ വീട്ടിലും തറവാട്ടിലൊക്കെ ആയിട്ട് ഞാൻ നിന്ന് പഠിച്ചത്. അപ്പോൾ അവിടേക്കുള്ള സ്ഥലത്തിൻ്റെ പേരൊക്കെ അറിയാം. അപ്പോൾ അങ്ങോട്ടുള്ള ബസ് വന്നാൽ അതിൽ കയറണം. അതിന് ഞാൻ എന്ത് ചെയ്യും, ഈ ബസ് ഇങ്ങനെ വരുമ്പോൾ ബസ്സിൻ്റെ ബോർഡ് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വായിക്കും, ഇത് അങ്ങോട്ടുള്ള ബസ്സാണ്, ഇത് അങ്ങോട്ടുള്ള ബസ്സാണ്. അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ കയറലും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയെന്നല്ലേ. ഒരു ദിവസം ഞാൻ നേരം വൈകി. ഈ ബസ് ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ബോർഡ് വായിച്ച് ഞാൻ ബോർഡ് വായിച്ച് കഴിയുമ്പോഴത്തേന് ബസ് എടുത്ത് പോകുന്നു. എനിക്ക് ദൂരന്ന് ബസ് വരുമ്പോൾ അല്ല നമ്മൾ കാണുക ഇത് ഇന്ന ബസ്സാണ്, നമുക്ക് കയറാനുള്ള ബസ്സാണെന്ന് അറിയാം. പക്ഷെ അന്നേരം എനിക്ക് എൻ്റെ സ്പെക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി വായിച്ച് എൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഞാൻ ഇങ്ങനെ നോക്കിക്കും ഇതാണോ ഏതൊക്കെ വായിക്കും. അപ്പോൾ ഇതിന് ബസ് എടുത്ത് പോകും. പിന്നെ എനിക്ക് വേഗം വായിക്കാൻ കഴിഞ്ഞ് വേഗം ഇതാക്കി തിരക്കില്ലാത്ത ബസ്സൊക്കെ ആണെങ്കിൽ എന്താ പറയുക കുറച്ച് നേരം നിർത്തിയിട്ടാണെങ്കിൽ വായിച്ചിട്ട് അങ്ങനെ കയറി പോലെ. പിന്നെ അന്നത്തെ കാലത്ത് അല്ലേ സ്റ്റുഡൻസിനെ കയറ്റാൻ ആ പഠിക്കുന്ന സമയം നിങ്ങൾക്കറിയില്ല, ഇപ്പോഴും അറിയില്ലേ പെട്ടെന്ന് ബസ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ് എടുത്ത് പോയി. അപ്പോൾ അതെൻ്റെ ബസ് ചെയ്യുന്നു. അങ്ങനെ കുറേ ബസ് പോയി. എനിക്ക് കാണുന്നില്ല, ദൂരെ നിന്ന് വരുമ്പോൾ എനിക്ക് കാണുന്നില്ല, ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല. അടുത്തെത്തുമ്പോൾ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ, എനിക്ക് വായിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാൻ നേരം വൈകി, നല്ല നേരം വൈകി, 6 മണിയോ 6:30 അങ്ങനെ എന്തോ ആയി തറവാട്ടിൽ എത്താൻ. അപ്പോൾ എന്താ പറയുക, അപ്പോഴാണ് എല്ലാവരും കൂടി ചോദിച്ചത് ഇതെത്ര നേരം വൈകിയതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബസ്സിൻ്റെ ബോർഡിൽ നിന്ന് വായിക്കാൻ പറ്റുന്നില്ല, കാണുന്നില്ല, അടുത്തെത്തിയാലേ കാണുന്നുള്ളൂ. എന്നിട്ട് വായിച്ച് കയറുമ്പോഴത്തേനും ബസ് എടുത്ത് പോവുകയാണ്, എനിക്കങ്ങനെ കയറാൻ പറ്റുന്നില്ല, ഇത്ര നേരം വൈകിയതാണ്. അപ്പം മനസ്സിലായി എനിക്ക് ഐസൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ പോയി ഇവിടെ അടുത്തുള്ള ഇതിൽ കാണിച്ചു, ഡോക്ടറെ അടുത്ത് കാണിച്ചു.
ഒപ്റ്റിക് സിറ്റി അന്ന് ഫേമസ് ചെയ്ത് തോന്നുന്നു. അവിടെ അടുത്തുള്ളൊരിതാ. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഐസൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ ലോങ് സൈറ്റ് ഇല്ല. അന്ന് തന്നെ എത്ര 1.75 അങ്ങനെ എന്തോ ഐസൈറ്റൊക്കെ കുറവായിരുന്നു. പവർ വേണം. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കി. അവരെനിക്ക് ഇത് സ്പെക്സിന് എഴുതി തന്ന് അങ്ങനെ ഞാൻ അന്ന് മുതൽ സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് +1. അങ്ങനെയാണ് ഗൈസ് എൻ്റെ സ്പെക്സ്, എൻ്റെ കണ്ണിൽ എൻ്റെ ഈ സ്പെക്സ് എടുക്കുന്നത്. എനിക്ക് ലോങ് സൈറ്റിൻ്റെ കുറവുണ്ട് എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്പെക്സും തമ്മിൽ ഇത്ര അറ്റാച്ച്മെൻ്റ് ആയത്. ഓക്കെ, സ്പെക്സ് ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ആലോചിക്കാൻ വയ്യാത്തല്ല, എനിക്ക് സ്പെക്സ് ഒഴിവാക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷെ സ്പെക്സ് ഒഴിവാക്കണമെന്നുണ്ട്. എനിക്കിങ്ങനെ നോർമലി എല്ലാവർക്കും കാണുന്ന പോലെ കാണുകയാണെങ്കിൽ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കലുണ്ട് ഇത് വെക്കാണ്ട്. ബട്ട് ഇത് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഐ ലൈക്ക്. അപ്പം എൻ്റെ സ്പെക്സിൻ്റെ കഥ ഇതാണ്. ഹോപ്പ് യു എൻജോയ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്പെക്സിൻ്റെ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഗൈസ്, നിങ്ങൾക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സ്റ്റോറി. എങ്ങനെയാണ് കണ്ണ് അല്ലെ ഐസൈറ്റ് ഇല്ലെന്നോ അല്ലെങ്കിൽ എന്താ പറയുക കണ്ണ് കാഴ്ച കുറവാണെന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആ ഒരു അറിഞ്ഞ നിമിഷം ഓരോരുത്തർ എൻ്റെ ഫാമിലിയിൽ അത്യാവശ്യം എല്ലാവർക്കും, ഏകദേശം എല്ലാവർക്കും ഇല്ല, മക്കൾസിനൊക്കെ ഉണ്ട് കേട്ടോ സ്പെക്സ്. പക്ഷെ പാരൻസിന് വരുന്നുണ്ട്. നമ്മൾ ഈ പണ്ട് TV ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് കാണുമ്പോൾ അവർ വിചാരിക്കും TV കണ്ടിട്ടാ അല്ലെങ്കിൽ ടാബ് യൂസ് ചെയ്തിട്ടാ ഫോൺ യൂസ് ചെയ്തിട്ടാ. ബട്ട് അങ്ങനെ അല്ലാത്തതുകൊണ്ട് കേട്ടോ ഗൈസ്. മനസ്സിലായില്ല എൻ്റെ സ്പെക്സിൻ്റെ കഥ. എൻ്റെ ക്ലാസ് കാണാതെ ആയതുകൊണ്ടല്ലേ ഗൈസ് എനിക്കിപ്പം നിങ്ങളോട് ആ കഥ ഒക്കെ പറയാൻ പറ്റിയത്. നിങ്ങളെ കേട്ട് നിങ്ങളെന്തെങ്കിലും കഥയൊക്കെ ഉണ്ട് ഇതിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. എനിക്ക് വായിക്കാമല്ലോ. ഇങ്ങനെ എനിക്കിഷ്ടമായിട്ടോ അതൊക്കെ കമൻസ് ഒക്കെ വരുന്നത്. അന്നാണ് എനിക്കൊരു ചേട്ടൻ കമൻറ്റ് ഇട്ടു. എന്താണ് എന്തോ എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ, അൺബോക്സിങ് അല്ല, സവാനെന്ന് വാങ്ങിയ സാധനത്തിന് എന്തോ ആ ഒരു ചേട്ടൻ കമൻറ്റ് ഇട്ടു. എനിക്കത് ഇഷ്ടമായി. നല്ല കമൻറ്റായിരുന്നു അത്. എനിക്കങ്ങനെ നല്ല കമൻസ് ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടം. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടം. മോശം കമൻസ് ഒക്കെ എടുത്തിട്ടോ പിന്നെ എൻ്റെ മൂഡ് പോകും. മോശം കമൻറ്റ് ഇട്ടെങ്കിൽ എൻ്റെ മൂഡ് പോകും. വെറുതെ എന്തിനാ എൻ്റെ മൂഡ് നോക്കുന്നത്? പിന്നെ എനിക്കെന്തോ പോലും. സോ ഗൈസ്, മോശം കമൻറ്റ് ഇട്ടണ്ട, നല്ല കമൻറ്റ് ഇട്ടോളൂ, ഞാൻ വായിച്ചോളാം. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഹിസ്റ്ററി പറയാനേ, ഹിസ്റ്ററി അല്ലല്ലോ ഹെയർ സ്റ്റോറി എന്ന് പറയേണ്ടി വരും. അതിനെ വെറുതെ കളിയാക്കി കേട്ടോ. എനിക്ക് വിവരമില്ലാന്നൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. ബട്ട് ഐ മിസ് ദാറ്റ്. എൻ്റെ സ്പെക്സ് എനിക്ക് മിസ് ചെയ്യുന്നത്. ദിസ് ഇസ് മൈ ഇത് കുറേ നേരം എൻ്റെ കയ്യിലിട്ട് ഞാൻ ഉരുട്ടി കളിക്കുന്നു. ദിസ് ഇസ് ഒരു ഹെയർ ഇതാട്ടോ, എന്തോ ചെറിയ ചെറിയ ക്രാബില്ലേ അത്. ആൻഡ് വേറെന്താ കാര്യം, എൻ്റെ ഡയറ്റൊക്കെ പൊളിഞ്ഞു. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എൻ്റെ ഡയറ്റ് എന്നായിരുന്നു. വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ ബാക്കി ഡയറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി ലൈഫിൻ്റെ ഹാക്ക് എന്താണെന്നുള്ളത്. നമ്മൾ ഒരിക്കലും ഡയറ്റ് പൊട്ടിച്ചാൽ ഒരിക്കലും ബാക്കിലോട്ട് അത് ആ ഡയറ്റിലോട്ട് പിന്നെ നമുക്ക് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഡയറ്റ് പൊട്ടിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഡയറ്റിലല്ല, ബാക്ക് ടു ഡയറ്റിലേക്ക് എത്താൻ സാധിച്ചില്ല. വലിയ വീമ്പളക്കിയിട്ട് ഇന്നത്തെ ഫുഡും കൂടി കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഏതായാലും വന്ന സ്ഥിതിക്ക് അൽഫാം ആൻഡ് ഖുബൂസ് ആണ് മേടിച്ചത്. അപ്പം അത് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. എല്ലാവരും ഇപ്പം തോന്നിട്ടില്ല. ആൻഡ് വേറെ ഒന്നും തന്നെ ഇല്ല. അതെ, വേറെന്താ വെച്ചാൽ ഞാൻ ഇന്ന് ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് മാറ്റി. കണ്ടിന്യൂസ് ആയിട്ട് 5 വീഡിയോ അവിടെ നിന്ന് ചെയ്തിരുന്നത്, പിന്നെ കഴിച്ചിരുന്നത്, സോറി, അവിടെ നിന്ന് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആൻഡ് അവിടെ കാണുന്ന പച്ച ഞങ്ങളുടെ ബ്രഷിൻ്റെ കാണുന്ന ബ്രഷ് വെക്കുന്ന, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് വെക്കുന്ന ഒരു ചെറിയ ബാസ്ക്കറ്റ് എന്ന് പറയുമോ, ചെറിയ അറിയില്ല,
ആ ഒരു ചെറിയ ബോക്സ് പോലത്തെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അതാണ്. ഞാനിനി കുറച്ച് ദിവസം ഇനി ഇവിടെ തന്നെ ആയിരിക്കും. മേ ബി ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി ഈ ഭാഗത്ത് കാണാം. പിന്നെ ഞാൻ എൻ്റെ സ്പെക്സിൻ്റെ വിഷമകഥ പറയാൻ വന്നതാണ്. സോ അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങൾക്ക് ഫുഡ് കൂടി കാണിച്ചു തരാം കേട്ടോ. ഫുഡ് ഓപ്പൺ ആക്കിയിട്ട് അടുത്ത വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ. നോട്ട് ബൈ, ബൈ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞ് തരാം. ഈ സ്പെക്സിൽ എന്നെ കാണാൻ രസമുണ്ടോ? മറ്റേതല്ല രസം എന്നെ കാണാൻ. എൻ്റെ നോർമൽ ഡെയിലി യൂസ്. എനിക്കിത് വാങ്ങിയതിന് ശേഷമാണ് മറ്റേത് രസമായിട്ട് തോന്നിയത് വീട്ടിലെത്തിയപ്പോൾ. എന്തോ നമുക്ക് അങ്ങനെ ആണല്ലോ. ബട്ട് ഈ സ്പെക്സിനെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അതില്ലെങ്കിൽ ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഗൈസ്, എൻ്റെ സ്പെക്സ് കിട്ടാൻ നിങ്ങളും ദുആ ചെയ്യും, ഇവിടുന്ന് എവിടെന്നെങ്കിലും കിട്ടാൻ. സോ ഗൈസ്, ഇന്നത്തെ ഫുഡ് ഹുബൂസ് ആൻഡ് അൽഫാം. അൽഫാം വിത്ത് മയണൈസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഡയറ്റൊക്കെ പൊട്ടി. സോ ഇന്ന് നൈറ്റത്തെ ഫുഡ് ഇതാണ്. ആൻഡ് ഞാൻ ആസ്വദിച്ചിട്ട് കഴിച്ചിട്ട് വരാം. ഇവിടെ വന്നിട്ട് താമസം കൊടുക്കുക. ഒരു 2 പല്ലിന് വന്നില്ലല്ലോ. 6 മാസമായി. ഇല്ല, നമ്മള് ഫുഡ് ആസ്വദിച്ച് കഴിക്കാം. ആൻഡ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് ചെയ്യുന്നു. എല്ലാവരും ഫുഡ് കഴിക്കട്ടോ. ആസ്വദിച്ച് ഫുഡ് കഴിക്കും. അധ്വാനം ചെയ്യും. ഞാൻ അധ്വാനം ചെയ്തിട്ട് 2-3 ദിവസമായി.